ഇപ്പോൾ +1 പഠിക്കുന്ന ഒരുവിധം കുട്ടികളുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം 2 ആഴ്ച കഴിഞ്ഞ മോഡൽ എക്സാം വരുന്നുണ്ട്, ഞങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. സത്യത്തിൽ മോഡൽ എക്സാമിനെ നിങ്ങൾ അത്ര പേടിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ മോഡൽ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ഒരിക്കലും പഠിക്കേണ്ടത്. നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടത് പബ്ലിക് എക്സാമിനാണ്. മോഡൽ എക്സാമിന് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാലും, നിങ്ങൾ ഏതെങ്കിലും ചോദ്യം അറ്റൻഡ് ചെയ്യാതിരുന്നാലൊന്നും ടീച്ചേഴ്സ് നിങ്ങൾക്ക് സി മാർക്ക് കുറയ്ക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നിങ്ങളോട് കുറേ ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും മോഡൽ എക്സാമിന് മാർക്ക് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സി മാർക്ക് ഇടുക എന്നുള്ളതൊക്കെ. അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. മോഡൽ എക്സാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോഡൽ എക്സാം. നിങ്ങളുടെ പബ്ലിക്കിന് മുന്നോടിയായിട്ടുള്ള ഒരു മോഡൽ എക്സാം മാത്രമാണ്. അതായത് എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതേണ്ട എക്സാം. ആൻഡ് ഈ മോഡൽ എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസിൽ ഒരു 50% ആവറേജും ഒരു 30% ഈസി ക്വസ്റ്റ്യനും ഒരു 20% ഹാർഡ് ക്വസ്റ്റ്യനും ആയിരിക്കും എന്തായാലും ഉണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇനി പബ്ലിക് എക്സാം ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നടത്തുന്ന ഒരു എക്സാം മാത്രമാണ് മോഡൽ എക്സാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, മോഡൽ എക്സാമിൻ്റെ പാറ്റേണുകൾ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണം. ആൻഡ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക. 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. ഒന്ന് മോഡലിന് യൂസ് ചെയ്യും, ഒന്ന് പബ്ലിക് എക്സാമിന് യൂസ് ചെയ്യും, ആൻഡ് ഒന്ന് ഇംപ്രൂവ്മെൻറ്റ് ഓർ സേ എക്സാമിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ 4ാമത്തെ ഒരു ബാക്കപ്പ് ആയിട്ട് എന്തെങ്കിലും കാരണവശാൽ പേപ്പറൊക്കെ ലീക്കായി പോയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മോഡൽ എക്സാമിൻ്റെ പാറ്റേൺ കറക്റ്റ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും പബ്ലിക് എക്സാമിനും വരിക. മോഡൽ എക്സാം ചിലപ്പം കുറച്ച് ഈസി ആണെന്ന് വിചാരിച്ച് പബ്ലിക് എക്സാം അതേപോലെ ഈസി ആകുന്നൊന്നുമല്ല. മോഡൽ എക്സാം ടഫാണെന്ന് വിചാരിച്ച് പബ്ലിക് എക്സാമും അതേപോലെ ഭയങ്കര ടഫാവുന്നൊന്നുമല്ല. ചോദ്യ പാറ്റേണുകളും കാര്യങ്ങളും ഒക്കെ ഏകദേശം ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാമിന് വേണ്ടി നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യണോ? തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും നല്ലതുപോലെ പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണോ പബ്ലിക് എക്സാമിനെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ മോഡൽ എക്സാം എഴുതണം. ആൻഡ് വേറൊരു കാര്യം, കുറേ കുട്ടികളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്, മോഡൽ എക്സാം എഴുതണോ? അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും അല്ലല്ലോ, ഞങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടി കുറച്ചുകൂടി നല്ലതുപോലെ പഠിച്ച് ആ സമയം കൂടി യൂസ് ചെയ്തുകൊണ്ട് പബ്ലിക് എക്സാം എഴുതിയാൽ പോരെന്ന്. ഒരിക്കലും അരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ മോഡൽ എക്സാമിന് ഇപ്പം എക്സാമ്പിൾ മാത്സിൽ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. മാത്സിലെ 14 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളൊരു 10 ചാപ്റ്റർ മാത്രമാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ ആ 10 ചാപ്റ്റർ പഠിച്ച്, അതായത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച ആ ചാപ്റ്റേഴ്സ് വെച്ച് നിങ്ങൾ എന്തായാലും എക്സാം എഴുതണം. എക്സാം എഴുതൽ നിർബന്ധമാണ്. നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് ആണോ പഠിച്ചിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതുക. ആൻഡ് പിന്നെ പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക് നിങ്ങൾ ബാക്കി കൂടി പഠിച്ച് പെർഫെക്റ്റ് ആക്കണം. ഒരിക്കലും എക്സാം എഴുതാതിരിക്കരുത്. നിങ്ങൾ എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടോ അതൊക്കെ വെച്ച് എക്സാം എഴുതുക. ഇനിയിപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സൊന്നും കുറച്ച് തോണ്ടി പഠിക്കാൻ നിൽക്കരുത്. പഠിക്കുന്ന ചാപ്റ്റേഴ്സ് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. എനിക്കറിയാം എന്തായാലും ഇപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ഇനി ഒരു 4-5 ദിവസം കൂടി ബാക്കിയുണ്ട്. ആൻഡ് അടുത്ത നെക്സ്റ്റ് മന്ത് ഫെബ്രുവരിയിലാണ് മോഡൽ എക്സാം. ഒരു 2 വീക്ക് കൂടി പോയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു 10-20 ദിവസം കൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും ചിലപ്പോൾ പഠിച്ചു തീർക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക. ആൻഡ് അറിയാവുന്ന ചാപ്റ്റേഴ്സൊക്കെ അത് ഇനി പഠിക്കാൻ സമയമില്ലെങ്കിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കുറേ ആൾക്കാരുടെ പെർഫെക്റ്റ് ടൈം ടേബിൾ പ്രകാരം അവരെല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ മോഡൽ എക്സാമിന് മുമ്പ് തന്നെ കവർ ചെയ്യും. അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങൾ. അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ പഠിച്ച ചാപ്റ്റേഴ്സ് വെച്ച് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് മോഡൽ എക്സാം എഴുതണം. മോഡൽ എക്സാം കൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ തലയിൽ വലിയ ഭാരിച്ച സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ ആകെ പബ്ലിക് എക്സാം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവും. അപ്പോൾ പബ്ലിക് എക്സാമിന് വേണ്ടി പിന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണോ പഠിക്കാത്തത്, ഏത് ചാപ്റ്റേഴ്സിനാണോ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റാണോ നിങ്ങൾക്ക് ടഫായിട്ടുള്ളത്, അതിനൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ടൈം ടേബിൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് കൃത്യമായുള്ളൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കണം. ഓക്കെ, പബ്ലിക് എക്സാമോ മോഡൽ എക്സാമോ ഒന്നും ഭയങ്കരമായിട്ടുള്ള ബാലികേറ മലയൊന്നുമല്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് നിങ്ങളുടെ ഹാർഡ് വർക്കും. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന ആ വർക്ക് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഹാർഡ് വർക്ക് ചെയ്യാം, പക്ഷേ നിങ്ങൾ ഇന്ന് ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പഠിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ നിങ്ങളുടെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് വീണ്ടും കാണാം. ബൈ.